ഓം ശാന്തി. ഈ ജീവിതത്തിൽ വെല്ലുവിളികൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ലോകം ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും വെല്ലുവിളികൾ കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഡെവലപ്മെൻറ്റ് ഡേ ബൈ ഡേ അതിദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരുടെ മനസ്സുകളാണെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ, വറി, ഫിയർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചലഞ്ച് വരുന്ന സമയത്ത്, ഒരു വെല്ലുവിളി ജീവിതത്തിൽ നേരിടേണ്ട ഒരവസരം വരുമ്പോൾ ആ അവസരത്തിന് എനിക്ക് ആ അവസരത്തെ വേണ്ടതായിരിക്കുന്ന സോഴ്സ് അഥവാ എനിക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ, സ്രോതസ്സ് അതെൻ്റെ കയ്യിലുണ്ട് എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ കാര്യത്തെ നേരിടാൻ വേണ്ടി യാതൊരു സ്ട്രെസ്സും തോന്നില്ല. ഞാൻ അടുത്തിടെ കണ്ടതായിരിക്കുന്ന ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഒരു ജഡ്ജിൻ്റെ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു കുട്ടി പാടാൻ വേണ്ടി വന്നു. വളരെ കോൺഫിഡൻസോടെ നല്ല ലെവലിൽ പാടി. അതിന് മുന്നുണ്ടായിരുന്ന 2 പെർഫോമൻസിൽ ആ കുട്ടി വലിയ പാട്ടുകളെടുത്ത് വന്നു. അവളെ കൊണ്ടത് പൂർണ്ണമായിട്ട് പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ജഡ്ജ് പറയാണ്, ഇന്ന് നോക്കുമോളെ, നീ എത്ര നന്നായിട്ട് കോൺഫിഡൻ്റായിട്ട് നിൻ്റെ പെർഫോമൻസ് ചെയ്തു. കാരണം ഇന്നത്തെ പാട്ട് നിനക്ക് പാടാൻ പറ്റുന്ന രീതിയിൽ, നിൻ്റെ റേഞ്ചിൽ ഒതുങ്ങുന്ന, നിനക്ക് പാടാൻ പറ്റുമെന്ന് പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു പാട്ടാണ് നീ കൊണ്ടുവന്നത്. അതുകൊണ്ട് കോൺഫിഡൻസോട് കൂടി നീ ഇന്ന് അതിനെ പ്രസൻറ്റ് ചെയ്തു. ഒരു നല്ല ഗ്രേഡ് വാങ്ങാനും നിനക്ക് പറ്റി. അതേസമയം ഇന്നലെ കഴിഞ്ഞ 2 പെർഫോമൻസ് നീ കൊണ്ടുവന്ന പാട്ടുകൾ അത്രയും ടാസ്ക് ആയിരുന്നു. അത് നിന്നെക്കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന സംശയം നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2 പെർഫോമൻസും കുറച്ച് മോശമായി പോയി എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരു സാഹചര്യത്തെ നമുക്ക് നേരിടേണ്ടി വരുന്ന സമയത്ത് ആ സാഹചര്യത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ആ റിസോഴ്സ് അഥവാ സ്രോതസ്സ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ പരീക്ഷയെ നേരിടും. ആ വെല്ലുവിളിയെ നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു കാൽവെപ്പായിട്ട് നമ്മൾ കണക്കാക്കും. അതേസമയം ഇതിനെ നേരിടാനുള്ളതായിരിക്കുന്ന അത്രയും തന്നെ സ്രോതസ് എൻ്റെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ആ സംശയം നിങ്ങളുള്ളിൽ ടെൻഷനായിട്ട് മാറും. നമ്മുടെ വെല്ലുവിളിയുടെ ഡെപ്ത് അഥവാ വലുപ്പം എത്രയുണ്ടോ എന്നുള്ളതിൻ്റെ ആധാരത്തിലും എൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള റിസോഴ്സ് അഥവാ സ്രോതസ് ഇവ രണ്ടും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് എത്രയുണ്ടോ, വ്യത്യാസം എത്രയുണ്ടോ, അതായിരിക്കും എൻ്റെ ടെൻഷൻ. ആ ഗ്യാപ്പ് കൂടുന്തോറും ടെൻഷൻ അഥവാ സ്ട്രെസ്സ് കൂടിക്കൊണ്ടിരിക്കും. ഗ്യാപ്പ് കുറയും തോറും ടെൻഷൻ അഥവാ സ്ട്രെസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒറ്റ ഒരു കാര്യം മാത്രമേ നമുക്ക് ചലഞ്ചസിനെ അതിജീവിക്കാൻ വേണ്ടി വേണ്ടത്. നമ്മുടെ ഉള്ളതായിട്ടുള്ള വെല്ലുവിളികൾ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. അഥവാ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തികളെ, എൻ്റെ ഉള്ളതായിട്ടുള്ള ആ സചേതനമായിരിക്കുന്ന ഊർജ്ജത്തെ, അതിൻ്റെ ലെവൽ ഞാൻ എത്ര വർദ്ധിപ്പിക്കുന്നുണ്ടോ അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് സന്തോഷദായകമായിക്കൊണ്ട് വിജയമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇത് ജീവിതമാണല്ലോ. ഒരു പരീക്ഷയാണെങ്കിൽ ഇന്ന സിലബസ് ഈ ചാപ്റ്റർ തൊട്ട് ഈ ചാപ്റ്റർ വരെയുള്ളതായിരിക്കുന്ന ഭാഗത്ത് നിങ്ങളോട് ചോദ്യം ചോദിക്കുമെന്നും ഇത്ര മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എഴുതണമെന്നും ഇത്ര മണിക്കൂറിൻ്റെ പരീക്ഷയെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണ്ടോ എന്നുള്ളതായിട്ടുള്ള അറിവോട് കൂടിയിട്ട് നമുക്ക് പോയിട്ട് പരീക്ഷ എഴുതാം. പക്ഷേ ജീവിതത്തിൻ്റെ പരീക്ഷകൾ ചോദിക്കുമ്പോൾ ദർ ഈസ് നോ സിലബസ്. ഇന്ന ഭാഗത്തിനെ ചോദിക്കുന്നു എന്ന് ആരും പറയുന്നില്ല. ഈ രീതിയിലേ വരൂ എന്ന് പറയില്ല. ഇന്ന ദിവസമേ വരൂ എന്ന് പറയില്ല. ഇന്ന ലെവല് വരെ വരൂ എന്ന് പറയില്ല. ഈ ജീവിതം എന്ന് പറയുന്നതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പരീക്ഷകൾ വരാം, മുന്നോട്ട് പോവാം. പക്ഷേ ഈ ജീവിതത്തിൽ ജീവിച്ചു പോയ മഹാത്മാക്കളുടെ ജീവിത കഥ നമുക്ക് വായിച്ചു നോക്കിയാൽ, അഥവാ അനുഭവത്തിലൂടെ നമുക്കൊന്ന് ഊളിയിട്ടിറങ്ങാൻ സാധിച്ച ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഒരിക്കലും എല്ലാ വ്യക്തികൾക്കും അവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന സ്രോതസ്സിൻ്റെ ആധാരത്തിൽ, ശക്തികളുടെ ആധാരത്തിൽ, സോഴ്സിൻ്റെ ആധാരത്തിൽ മാത്രമല്ല അവർക്ക് പരീക്ഷകൾ വന്നിരിക്കുന്നത്. പരീക്ഷകൾ പലപ്പോഴും അതിലും എത്രയോ മടങ്ങ് വലുതാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സിന് നേരം കൊടുക്കാതെ ആ ഒരു പ്രക്രിയ അവർ അതിജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ദ മോസ്റ്റ് വണ്ടർഫുൾ ഫാക്ടർ, ഇത്തരത്തിൽ ജീവിതത്തിൽ വെല്ലുവിളി വേണ്ടി വന്ന പലരും, ഉദാഹരണം പറഞ്ഞ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 70 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ പരീക്ഷണങ്ങളുടെയും എല്ലാം ഉൾപ്പെട്ടതായിരിക്കുന്ന ഫാക്ടറി കത്തിയമർന്നപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് പകരം അതിനെന്താ കുഴപ്പം, നമ്മുടെ തെറ്റുകൾ അതിൽ പോയില്ലേ, നമുക്ക് നല്ലത് ഇനിയും കണ്ടെത്തി പുതുതായിട്ട് വീണ്ടും തുടങ്ങാലോ എന്ന് ചിന്തിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവരുടെ ചിന്ത കൊണ്ട് അവർ ആ പരമമായിരിക്കുന്ന ശക്തിയിൽ സ്വയം അവനവനെ സമർപ്പിച്ചുകൊണ്ട് ആ ഉന്നതിയിലേക്ക് പോയ ആളാണ്. ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡായിരിക്കുന്ന ദാദി ജാനകി. ദാദിയുടെ ഒരു 56-57 വയസ്സ് സമയത്ത്
ഞാൻ ഓർമ്മിക്കും, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥിയായി പോയ സമയത്ത്, അന്ന് 70കളുടെ മുന്നുള്ളതായിട്ടുള്ള സമയത്ത്, ഒരിക്കൽ ദാദിക്ക് തീരെ സുഖമില്ലാണ്ടായി മാറി. അന്ന് ദാദിയുടെ ഹെൽത്ത് അത്രയും വീക്കായി. മേലെ ബാബ മിലൻ എന്നതായിരിക്കുന്ന ഈശ്വരനുമായിട്ടുള്ള മിലനത്തിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കെ അഹമ്മദാബാദിലും മൗണ്ട് ആബുവിലും മേലെ പ്രോഗ്രാം നടക്കുന്നു. താഴെ അഹമ്മദാബാദ് ഹോസ്പിറ്റലിലേക്ക് ദാദീനെ കൊണ്ടുവരികയും ദാദി ICUയിൽ കിടക്കുന്നു. മേലെ അത്രയും വിശിഷ്ടമായിരിക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ദാദി മനസ്സിൽ നിശ്ചയിച്ചു, ഹേ പ്രകൃതി, ഇന്ന് നീ എന്നെ ഈശ്വരനിൽ നിന്ന് മാറ്റി നിർത്തി ഇവിടെ കൊണ്ടുകിടത്തി, ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദാദി ദൃഢപ്രതിജ്ഞയെടുത്തു. അതിനുള്ളതായിരിക്കുന്ന ശക്തി, അതിനുള്ളതായിട്ടുള്ള ഊർജം തന്നെത്താൻ പകർന്നു വന്നു. 104 വയസ്സിലും ഇന്നും ദാദി ആക്റ്റീവായിക്കൊണ്ട് വിശ്വസേവനത്തിൻ്റെ പാതയിൽ തൻ്റെ കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെലൻ കെല്ലർ, കുട്ടിക്കാലത്ത് തന്നെ കാണാനും കേൾക്കാനുള്ളതായിരിക്കുന്ന ശക്തി നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും തൻ്റെ രചനയിലോ ക്രിയാത്മകതയിലോ യാതൊരു വ്യത്യാസം വരുത്താതെ ലോകത്ത് മുന്നിലുള്ളവർക്കൊരു മാതൃകയായി മുന്നോട്ട് പോയി. ഇങ്ങനെ നോക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ഏറ്റവും വലിയ പരീക്ഷ വന്നോ, അവരുടെ റിസോഴ്സിനേക്കാൾ കൂടുതലതായിരിക്കുന്നൊരു ചലഞ്ച്, വെല്ലുവിളി അവരുടെ ലൈഫിൽ വന്നു, അപ്പോഴൊക്കെ തന്നെ അവർ തിരഞ്ഞെടുത്തതായിട്ടുള്ള പരമമായിട്ടൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. അത് ആ ഒരു പ്രോസസ്സിനും ഉപരിയായിക്കൊണ്ട്, ആ ഒരു പ്രക്രിയയ്ക്കും ഉപരിയായിക്കൊണ്ട് ആ പരമമായ ശക്തിയുടെ കരങ്ങളിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിൻ്റെ വിശ്വാസം വിടാതെ മുന്നോട്ടൊരു യാത്ര. 2 കാര്യം ഇവരെല്ലാവരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവനവൻ്റെ പുരുഷാർത്ഥത്തിൽ, പരിശ്രമത്തിൽ, എഫേർട്ടിലുള്ളതായിരിക്കുന്ന പൂർണ്ണ വിശ്വാസം. മറ്റൊന്ന്, ആ പരമമായിരിക്കുന്ന ശക്തിയിലുള്ളതായിരിക്കുന്ന വിശ്വാസം. പിന്നെ ഒന്ന്, ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന കാര്യം, സ്വയം അവനവനോടും സമൂഹത്തിനോടും ഈശ്വരനോടും ചെയ്തൊരു പ്രതിജ്ഞ. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ഈ വെല്ലുവിളിയെ ഞാൻ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഞാനൊരു മാതൃകയാകുകയും അവരൊക്കെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകത്തിന് നന്മയുണ്ടാക്കത്തക്ക രീതിയിൽ എന്നാലാവുന്നത് എന്തും ഞാൻ ചെയ്തിരിക്കും എന്ന് സ്വയം അവനവനോടും ഭഗവാനോടും ചെയ്തായിരിക്കുന്ന ഒരു പ്രതിജ്ഞ, ആ പരമശക്തിയോട് ചെയ്തായിരിക്കുന്ന ഒരു പ്രതിജ്ഞ. ഈ ശക്തിയാണ് ഇവരെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോയത്, മുന്നോട്ട് നയിച്ചത്. സ്വയം അവനവനുള്ള ശക്തി നഷ്ടപ്പെടാതെ, അവനവനോടുള്ളതായിരിക്കുന്ന വിശ്വാസത്തെ നഷ്ടപ്പെടാതെ, നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ചു. ഇതുപോലെ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള, ലോകത്തെല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു കാൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നതായിരിക്കുന്ന നിങ്ങളുടെ ദൃഢനിശ്ചയം ഈ പ്രപഞ്ചത്തിന്, ഈശ്വരന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. സ്വയം ദൃഢസങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് ആ പരമശക്തിയായിരിക്കുന്ന പരമാത്മാവിനെ, ഭഗവാനെ, ഈശ്വരനെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പോസിറ്റീവ് എനർജീനെയും നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ ശക്തി, സമർപ്പണത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ശക്തിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെത്താൻ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് എങ്ങനെ പോകണം, ഏത് സ്റ്റെപ്പ് വെക്കണം, എവിടെ നിങ്ങൾക്ക് വഴി കണ്ടെത്താനാകും എന്ന് സ്വയം ഉത്തരം കണ്ടെത്താനുള്ളതായിരിക്കുന്ന ഊർജം ആ പരമശക്തിയുമായിട്ടുള്ള കണക്ഷനിലൂടെ ആത്മാവിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. അഥവാ നമുക്ക് ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതായിരിക്കുന്ന പാതകളായിട്ട് നമ്മൾ മാറുന്നു. അതുവരെ മലയായി നിന്ന കാര്യം പോലും വഴി മാറിക്കൊണ്ട്, അഥവാ പറന്ന് കടന്നുകൊണ്ട് പുതിയൊരു മെത്തേഡിലൂടെ മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള രീതികളായിട്ട് അത് ജീവിതത്തിൽ പരിവർത്തനമായിട്ട് മാറും. അതുകൊണ്ട് ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്ന സമയത്ത് ആ രീതിയിൽ സ്വയം അവനവനിൽ വിശ്വാസമർപ്പിച്ച്, ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ പരമമായിരിക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള അവനവനോടുള്ളതായിരിക്കുന്ന വിശ്വാസം, എൻ്റെ ദുഃഖം പോലെ ലോകത്ത് ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരുടെയും ദുഃഖമില്ലാതാക്കുമെന്ന ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ദൃഢപ്രതിജ്ഞ, ഇത് നിങ്ങളുടെ ഇന്നർ കെമിസ്ട്രിയിൽ തന്നെ മാറ്റം വരുത്താൻ തുടങ്ങും. അതോടെ നമുക്ക് ചോദ്യങ്ങൾ മാറി, പ്രശ്നങ്ങൾ മാറി, നമുക്കതിനൊക്കെ ഉപരിയായിക്കൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ മാത്രം, പരിഹാരം മാത്രം തുറന്നു കിട്ടുന്ന ഒരു മാനസികാവസ്ഥ, ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സുഖത്തിൻ്റെ അവസ്ഥയിലായിട്ടൊരു പരിണാമം, ചോദ്യചിഹ്നങ്ങളിൽ നിന്ന് ഉത്തരത്തിൻ്റെ മാലയിലേക്കതായിട്ടൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. അവിടെ ഒന്നും നമുക്ക് എന്തുകൊണ്ട്, എങ്ങനെ, എന്ത് എന്ന് ചോദ്യമില്ല. ഇങ്ങനെ, ഇതുപോലെ, ഇതേ രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ഊർജ്ജമായിട്ട് മാറും.
നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. പണ്ട് ഇതൊക്കെ എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും സങ്കടമായിരുന്നു, ഇന്ന് അതൊന്നും എന്നെ ബാധിക്കുന്നു പോലുമില്ലോ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ രീതിയിൽ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുമ്പോൾ ആ ജീവിതം വെല്ലുവിളികളെല്ലാം നിങ്ങൾക്ക് സമ്മാനമായി മാറും. ഹിന്ദിയിൽ ഒരു ചൊല്ല് പറയും, തൂഫാൻ കോ തോഫ ബനാന എന്ന്. കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റിക്കൊണ്ട് ജീവിതം എല്ലാവർക്കും മുന്നിൽ മാതൃകയാവാനും ഏറ്റവും വലിയ അനുഗ്രഹീതർ ഇവരാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പറയപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷേ 2 കാര്യങ്ങൾ മാത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്ന്, നമുക്ക് അവനവനോടതായിട്ടുള്ള വിശ്വാസം. മറ്റൊന്ന്, നമ്മൾ ഇത്തരം ഒരവസ്ഥയിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നതായിരിക്കുന്ന ദൃഢപ്രതിജ്ഞ, അവനവനോടും ഈശ്വരനോടതായിട്ടുള്ള സമർപ്പണം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തൻ്റെ ശക്തിയാക്കിക്കൊണ്ട് ആധാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ എല്ലാ വെല്ലുവിളികളും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കടന്നു പോവും. ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പെടുത്തില്ല. ഈ ദശകളെക്കുറിച്ച് പറയുമ്പോൾ പറയും, ശനിദശ മനുഷ്യന് കഷ്ടകാലമാണ് കൊണ്ടുവരിക എന്ന്. പക്ഷേ കുറച്ചുകൂടെ ചിന്തിച്ചാൽ ഇച്ഛാശക്തിയെ ഉണർത്തിക്കൊണ്ട് ജീവിതത്തിൽ നേടാവുന്ന എല്ലാ ഹൈറ്റ്സിലേക്കും കൊണ്ടുപോകാനുള്ള പരീക്ഷയെ മാത്രമായിട്ട് നമുക്കത് മാറും. എല്ലാം അനുഗ്രഹങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ അനുഗ്രഹങ്ങളാണ്, വെല്ലുവിളികളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി ഒന്നുകിൽ നമ്മുടെ സോഴ്സിനെ ഉപയോഗിക്കാൻ നമുക്കാവണം, അല്ലെങ്കിൽ ആ പരമമായ സ്രോതസ്സുമായി കൊണ്ട് കണക്റ്റഡായിരുന്നു കൊണ്ട് ആ ശക്തിയുടെ ആധാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഗിഫ്റ്റാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. 2 കാര്യം ചെയ്യും എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.